മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപൻ വാമദേവനാണ് കൊട്ടേഷൻ തന്നു എന്ന് പറയുമ്പോൾ വാമദേവൻ പറയും, അയ്യോ സാറേ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയണം കേട്ടോ. നീ കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് ആ പോലീസുകാരൻ വാമദേവനെ നല്ല അടി കൊടുക്കുകയാണ് കേട്ടോ. വാമദേവനെ അങ്ങനെ അടിക്കുന്നത് കാണുമ്പോൾ തന്നെ പ്രതാപനാകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അതിനുശേഷം പോലീസുകാരൻ പ്രതാപനോട് വന്ന് പറയുകയാണ്, നീ എന്താണ് നീ കൊടുത്തോ, എന്താണ് കാര്യം എന്ന് പറയാണ്. നീയേ അവിടെ ആശുപത്രിയിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ആ ഡോക്ടറെയും കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. നീ ലോറി ഇടിച്ച് കൊന്നതും വാമദേവൻ കൊട്ടേഷൻ തന്നതും എല്ലാ കാര്യവും പറഞ്ഞു. പക്ഷേ നിനക്ക് ബോധമില്ലായിരിക്കും, പക്ഷേ ആ ഡോക്ടർക്ക് നല്ല ബോധമുണ്ട്. എന്തായാലും ശരി, ഞാൻ മീഡിയക്കാരെയും ഒന്നും അറിയിച്ചിട്ടില്ല, എല്ലാം നാളെ അറിയും, എന്തായാലും കോടതി പോയി കഴിഞ്ഞാൽ അറിയും എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം പ്രതാപനെ അടിക്കുകയാണ്. പിന്നീട് പോലീസുകാരൻ പോവുകയാണ് കേട്ടോ. ഇവർക്കൊരു സാധനം കൊടുത്തു പോകരുത്, വൈകുന്നേരം മാത്രം ഭക്ഷണം കൊടുത്താൽ മതി, കോടതിയിലേക്ക് കൊണ്ടുപോകേണ്ടതല്ലേ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് പോലീസുകാരൻ പോയതിന് ശേഷം വാമദേവൻ പറയും, എന്താടാ നീ ചെയ്തത്, നീ എന്തിനാടാ അങ്ങനെ ചെയ്തത് എന്ന് പറയണം കേട്ടോ. ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അറിയാതെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയും. ആ വിശ്വനാഥൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ കയറിയിട്ട് എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് കേട്ടോ. പിന്നീട് അവർ സെല്ലിൽ കിടന്നിട്ട് അടി കൂടുകയാണ് കേട്ടോ. അവർ രണ്ടുപേരും അടി കൂടുമ്പോൾ പോലീസുകാർ പറയും, മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് കേട്ടോ. രണ്ടുപേരും മുഖം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് സീമന്തിരി വരികയാണ് കേട്ടോ. സീമന്തിരി വന്നിട്ട് ദുർഗനോട് പറയുകയാണ്, വാമനാട്ടനെ കൊണ്ടുപോയി പോലീസുകാർ വന്നു, പെട്ടെന്ന് തന്നെ പിടിച്ചു കൊണ്ടുപോയി. എന്തിനാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ആരുമില്ല, ഞാനിനി എന്താ ചെയ്യുക പറഞ്ഞിട്ട് കരഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. സോദിയാണെങ്കിൽ അച്ഛനെ കൊണ്ടുപോയതോട് കൂടിയിട്ട് ഭയങ്കര കരച്ചിലാണ്. മേഘനാണെങ്കിൽ മേലോട്ട് നോക്കി കിടക്കുകയാണ്, ഞാൻ എന്തിനാണ്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് അവൻ കൊണ്ടുപോയത്, എന്തിനാണ് കൊണ്ടുപോയത് ഏട്ടനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അവനെ ഇപ്പോൾ ഭാര്യ പറഞ്ഞത് മാത്രമേ അനുസരിക്കുള്ളൂ, അവൻ ഇങ്ങനെ ഒരു പെൺകൊന്നിനെ ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ ദുർഗ പറഞ്ഞുകൊണ്ട് അത് കേട്ടുകൊണ്ടാണ് കണ്ണം വരിക കേട്ടോ. എനിക്കറിയാം എന്തിനാ കൊണ്ടുപോയതും എന്താണെന്നും ഞാൻ പറയാം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം എന്തിനാ കൊണ്ടുപോയതെന്ന് അറിയണോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ദുർഗ ചോദിക്കും, നിനക്ക് എന്താ പറ്റിയത്, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും. അമ്മായിക്ക് അറിയാം കാര്യങ്ങളെല്ലാം എന്ന് പറയണം കേട്ടോ. ഞാൻ പറയണോ എന്ന് ചോദിക്കും. പിന്നീട് അമ്മായിയെ വിളിച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ പറയണം. നിങ്ങൾക്കറിയില്ലേ എൻ്റെ അച്ഛനെ കൊന്നിരിക്കുന്നത് നിങ്ങളുടെ വാമേട്ടനാണ്. ഞാൻ അയാളെ അമ്മാവൻ എന്ന് പറയാൻ പറ്റില്ല, വാമദേവനെ പറയാൻ പറ്റുള്ളൂ. എൻ്റെ ആ ഒരു മഴയുള്ള രാത്രിയിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് പ്രതാപനെ കൊണ്ട് കൊല്ലിപ്പിച്ചതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം സീമന്തിനെ ഒന്നും അറിയാത്ത പോലെ ആക്ഷൻ കാണിക്കാൻ കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഈ ഒരു നിമിഷം പോലും നിങ്ങളിവിടെ നിൽക്കുന്നു പോകരുത്. കാരണം ഉണ്ണി അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയുടെ മോളെയും കൂടി ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറയണം കേട്ടോ. സീമന്തിനെ കൈ കൂപ്പിയിട്ട് കണ്ണനോട് യാചിക്കുകയാണ്, കണ്ണ ഞാൻ എന്താ ചെയ്യുക, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും പറയരുത് എന്ന് പറയണം. ഞാനേ സോദിയുടെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്, പക്ഷേ എൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മോളെ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം എന്ന് പറയണം കേട്ടോ. അതേസമയം ദുർഗയും ഉണ്ണിയും വന്നിട്ട് പറയണേ, വാമേട്ടനെ ഇങ്ങനെ കൊണ്ടുപോയി, നിൻ്റെ അച്ഛനെയും അമ്മാനപ്പനെയും കൊണ്ടുപോയി എന്നിങ്ങനെ പറയും. ഇങ്ങേർക്കിത് എന്തിൻ്റെ സൂക്കടാണ് എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അതേസമയം അത് കേട്ടുകൊണ്ടാണ് കണ്ണം വരുന്നത്. എന്താണ് എൻ്റെ കാര്യം എന്നുള്ളത് നിനക്കറിയാം, ഒരാളെ മാത്രമല്ല ഞാൻ കൊണ്ടുപോയിരിക്കുന്നത് ജയിലിലേക്ക്, നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, നിങ്ങൾ എന്തിനെങ്ങനെ ദേഷ്യമുള്ളവരെയൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് ആക്കണത് എന്നിങ്ങനെ പറയും. നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്, നിനക്ക് അറിയേണ്ട സമയത്ത് എല്ലാം അറിയും, നിൻ്റെ ചെവിക്കല്ല് ഞാൻ അടിച്ച് പൊട്ടിക്കും എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഉണ്ണിക്ക് ആകെ മൊത്തം ദേഷ്യം വരികയാണ്, ഇങ്ങേർക്കിത് എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ട് കേട്ടോ. അതേസമയം ദുർഗ ചേച്ചി പോയോ ചോദിച്ചു. ചേച്ചി പോയി, ഇനി എന്തായാലും ചേച്ചി ഇങ്ങോട്ടേക്ക് വരില്ല എന്നും കണ്ണൻ പറയാൻ കേട്ടോ. അതിനുശേഷം കണ്ണൻ റൂമിലേക്ക് പോകുമ്പോൾ ദുർഗയും ഉണ്ണിയും കൂടി സംസാരിക്കുക, എടാ നിൻ്റെ അമ്മാനച്ഛനെയും കൂടി പിടിച്ചു കൊണ്ടുപോയി, നീ എന്തെങ്കിലും ഒരു ജാമ്യത്തിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും എന്ന് പറയുമ്പോൾ എനിക്ക് വയ്യമ്മ അയാളുടെ പിന്നിൽ അയാളുടെ സ്വഭാവം എനിക്ക് പറ്റത്തില്ല, ഞാൻ പോവില്ല എന്ന് പറയണം. എൻ്റെ കയ്യിൽ അങ്ങേർക്ക് വേണ്ടി പൈസ ചിലവാക്കാനോ ഒന്നിനുമില്ല എന്ന് പറയുമ്പോൾ ദുർഗ പറയണ്ടേ, എടാ എങ്ങേര് പൈസ തരുമല്ലോ, പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്നിങ്ങനെ പറയാനിട്ട്. എന്തായാലും ശരി, എനിക്ക് എന്തായാലും സമയം മെനക്കെടാനില്ല, അതുകൊണ്ടാണ് എന്ന് പറയണം കേട്ടോ. ഞാൻ എന്തായാലും ദുർഗയെ വിളിച്ചോളാം എന്ന് പറയണേ. ദുർഗ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം
കരുണയ്ക്ക് ഭയങ്കരമായിട്ട് വയ്യായ തോന്നുന്നു കേട്ടോ. മുത്തശ്ശി ചോദിക്കണ്ടേ എന്താ മാറ്റി മോളെ, എന്താ പറ്റി എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല മുത്തശ്ശി, എനിക്ക് തീരെ വയ്യ എന്ന് പറയണം കേട്ടോ. അതിനുശേഷം കരുണയെ മുത്തശ്ശി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. ഇതേ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് തീരെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് ഡോക്ടർ നോക്കുകയാണ് കേട്ടോ. എന്ത് പറ്റി എൻ്റെ കൊച്ചുമോൾക്ക്, എന്താണ് ചോദിച്ചത്. നിങ്ങളുടെ കൊച്ചുമോൾക്ക് പറ്റേണ്ടതെല്ലാം പറ്റി എന്ന് പറയണം കേട്ടോ. അതിനുശേഷം പുറത്ത് പോയി ഇരിക്കാൻ പറയണം ഡോക്ടർ. അങ്ങനെ പുറത്ത് പോയി ഇരിക്കുമ്പോഴാണ് മഞ്ജു കാണുക കേട്ടോ. മഞ്ജും അതുപോലെ മോഹിനിയും അവരെല്ലാവരും കാണും കേട്ടോ. മഞ്ജുവിന് കലി തുള്ളുകയാണ് കേട്ടോ. മഞ്ജു ചോദിക്കും, എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത്, ആശുപത്രിയിലേക്ക് എന്തിനാടി എഴുന്നള്ളിയത് എന്ന് ചോദിച്ചിട്ട് മഞ്ജു കരുണയുടെ ചെകിടത്തടിക്കുകയാണ് കേട്ടോ. കാരണം മഞ്ജു ആകെ കലി തുള്ളിയിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണം, സമനില തെറ്റിയിട്ട് നിൽക്കുകയാണ് മഞ്ജു കേട്ടോ. അതേ സമയത്ത് കണ്ണനും അവിടെ എത്തുകയാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് കണ്ണനും അതുപോലെ കരുണയെ വഴക്ക് പറയണം കേട്ടോ. എന്തിനാടി നീ അവൾ മരിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്നോട് ആരാടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. പക്ഷേ വീണ്ടും കരുണ ഗർഭിണിയായിരിക്കും, അങ്ങനെയാണ് സംഭവിക്കാൻ പോണത്. പക്ഷേ നമ്മുടെ മഹിക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. മഹി അമ്മയും കുഞ്ഞും സുഖമായിട്ട് നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ വരും. ഈ ചാനലൊന്ന് ഹൈപ്പും ചെയ്ത് ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.